ഫോക്കസ് വന്നാ അപ്പൊ നമ്മുടെ 7ാമത്തെ പോഡ്കാസ്റ്റ് ആണ്. ഇതുവരെ നമ്മ എല്ലാം പിന്തുണയ്ക്കും. നന്ദി. എത്രയും 20 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ ഇന്ന് നമ്മുടെ ചർച്ച ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രകാശ് മാത്യു നമ്മുടെ നിറത്തില് നമ്മളിപ്പോ ഇപ്പൊ ഒരു ചെറിയ ഡിസൈൻ പോലെ ഇറക്കിയിട്ട് ആൾക്കാരെ ഇന്ന് ഭയങ്കര നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ട്. അപ്പോ ആ സിനിമയില് പുള്ളിയുടെ പ്രകടനവും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കിക്കാണ് ഷാജിന്ന് തുടങ്ങാണ്. ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിൽ മക്കൾ തൊഴിൽ അതിൽ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിൽ ഷാജിക്ക് എന്താണ് പറയാനുള്ളത്? ആ മൂവികളെ പറ്റിയും ആ ഒരു ക്യാരക്ടർ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യണ അതിനെ പറ്റിയും കാര്യങ്ങളെ പറ്റി. നെറ്റ്ഫ്ലിക്സ് ആയിട്ട് 2 വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് താങ്കൾക്ക് എന്താണ് ഇവിടെ ഒരു ഇത് പറ, ചെറിയ ഒരു കാര്യം പറ. ഇപ്പൊ ആ മൂവിയിൽ നീ ആ ക്യാരക്ടറിനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ആ ടൈമിൽ ചിലപ്പോ അതൊരു നമ്മ കുഞ്ചാക്കോന്റെ ഒപ്പം ഇരിക്കും. പക്ഷെ ഇപ്പത്തെ ഒരു പെർസ്പെക്റ്റീവ് നോക്കാനായിട്ട് ഇപ്പോഴത്തെ ഇത് ട്രെൻഡിങ് ആണല്ലോ. ആ സമയത്ത് നമ്മൾ ബെസ്റ്റ് കാറ്റഗറി നമ്മൾ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടായില്ല. പക്ഷെ ഈ ടൈമില് ചിന്തിക്കാനത് കറക്റ്റ് ബെസ്റ്റ് പരിപാടി തന്നെയാണത്. പ്രകാശ് മാത്യുടൊപ്പം തന്നെയാണ്. അന്തസ്സായിട്ട് വീട്ടുകാര് കല്യാണം ഉറപ്പിച്ച ഒരാളാണ് പ്രകാശ് മാത്യു. അതിന്റെ ഇടയിൽ കൂടെ കേറി ആ റിലേഷൻ അങ്ങനെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞിട്ട് അവര് കൊണ്ടുപോയി ഗ്രീൻ ഫ്ലാഗ്. ഇപ്പൊ അങ്ങനെ ട്രോൾ തന്നെയുണ്ട് പ്രകാശ് മാത്യു ഗ്രീൻ ഫ്ലാഗ് റെഡ് ടീഷർട്ട് ഇട്ടാരുണ്ട്. എന്താ പറയാണ്ട് ആ പെണ്ണിന്റെ അടുത്ത് ചോദിച്ച് ആ പെണ്ണ് ഓക്കെ എന്നിട്ടും വേറെ ഇതൊന്നും പോയില്ല. നേരെ ഫാമിലി ആയിട്ട് പക്ക ഡീല് ഫാമിലി ആയിട്ട് ഉറപ്പിച്ച് വേണ്ട. കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഇപ്പൊ ഇതില്ലേ പ്രകാശ് മാത്യു അത്രയും കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായി. പ്രകാശ് മാത്യു ഡോക്ടറാണ്. അവിടെ തന്നെ എന്താ പഠിക്കണേ? ഇല്ല, അവിടെ തന്നെ എന്താ പഠിക്കണേ? എന്തോ സംഭവം, എന്തോ പ്രൊഫഷൻ ഉണ്ട്. എന്തോ വലിയടാവായിരുന്നു പുള്ളി. വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു കരിയർ ഫോക്കസ് ചെയ്താണ് മുമ്പോട്ട് പോയിട്ട് ഒരു പെണ്ണിനെ ചോദിച്ചു. അപ്പൊ അത് മാറിക്കൊടുക്കേണ്ടതിന് പകരം ഇടയിൽ കൂടെ മറ്റേ ബെസ്റ്റ് കളിച്ച് പടം വയസ്സ് വർക്ക് ഹസ്ബൻഡ് അതിനെ പറ്റി പറയാൻ ഒരു എക്സ്പ്രസ് എന്നുള്ള രീതിയിൽ പറയൂ. താങ്കൾ പറയുന്നത് കേൾക്കാനാണ് കാത്തിരിക്കുന്നത്. ഞാൻ എന്താണ് ഇല്ല പറ. ആ പടത്തിലെ ക്യാരക്ടർ എങ്ങനെ കാണുന്നത്? പടത്തിലെ ക്യാരക്ടർ നമ്മ ആ ടൈമിലൊക്കെ കാണുമ്പോ ഇതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ ഫെസ്റ്റിവലി ഇത് കഴിയും. പക്ഷെ കുഞ്ചാക്കോ ബോബന്റെ പറയാൻ വേറെ പെൺകൊച്ചുണ്ട്. അത് വേറെ കാര്യം. ബെസ്റ്റ് മാത്രല്ല, പുള്ളിയുടെ പെർസ്പെക്റ്റീവില് പുള്ളി ആദ്യമേ അത് കണ്ടുപിടിക്കണമായിരുന്നു. ഇഷ്ടമാണ്. അല്ലാണ്ട് അതിലും വലുതാണ് വീട്ടുകാരെന്ന് പറയണ്ടേ ഞങ്ങൾ പണ്ട് തൊട്ട് തീരുമാനിച്ചാലും നിങ്ങൾ തമ്മിൽ കല്യാണം ഹോപ്പ് കൊടുത്തിട്ട് ഒരാളെ തല്ലിക്കിടന്നത് അത് ഭയങ്കര ക്രൂരാണ്. അത് ഇതിലാണ് മറ്റേ കൊണ്ടുപോയിക്കോ. അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പടത്തിന് യാതൊരു നെഗറ്റീവ് പറയണതല്ല. ഇപ്പൊ നമ്മ ടീം മാറി. റിയാലിറ്റി അല്ല കൊച്ചിന്റെ അവസ്ഥ ആലോചിക്കും. പെങ്ങളുടെ പുറകെ കിടക്കണം. എത്ര നാൾ അടിച്ചു താഴ്ത്തി വെച്ച പ്രകാശ് മാത്യു ഇപ്പൊ പൊങ്ങിയതല്ല. എവിടെ പോയി ചോക്ലേറ്റ് പോയിന് വേണ്ട ഇറക്കും. ഇവിടെ ഹാർട്ട് ബ്രേക്കേഴ്സിന് മാത്രം മതി ഇപ്പത്തെ ആൾക്കാർക്ക്. അല്ല ഇപ്പൊ പിന്നെ ഡിപ്രഷൻ എന്നുള്ള സംഭവം ഇപ്പൊ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡിപ്രഷൻ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ സങ്കടം വന്നാലും ഇപ്പൊ ഡിപ്രഷനാന്ന് പറയുന്നത് സങ്കടം വന്നപ്പോൾ ഡിപ്രഷനാന്ന് പറയുന്നതാണ്. അങ്ങനെ നോർമൽ വേടാക്കി എടുത്തതാണ്. സ്റ്റാറ്റസ് സ്റ്റാറ്റസിന്റെ ഒരു ഇത് മാറി തോന്നുന്നു. ഇപ്പൊ പിന്നെ സീൻ കൊണ്ടിടാം അവർക്ക് കാണുന്ന ആൾക്കാർക്ക് മാത്രം സീൻ കൊണ്ടിടാം. പിന്നെ അതുകൂടാണ്ട് ഇപ്പൊ പോസ്റ്റ് വരെ നമുക്ക് ക്ലോസ് ഫ്രണ്ടിലോട്ട് ഇടാൻ പറ്റും. പോസ്റ്റ് വരെ നമുക്ക് ക്ലോസ് ഫ്രണ്ടിലോട്ട് ഇടാൻ പശ്ചാത്തും പോസ്റ്റ് ഇടുമ്പോ. സീരിയസ് ആയിട്ട് പറയാം. ഈ പ്രകാശ് മാത്യു ഇല്ലേ, ഞാനിത് ആദ്യം യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോ ഇത് ഉറച്ചില്ലാന്ന് വെച്ചു. പിന്നെ രണ്ടാമത് പിന്നെ കറങ്ങി നടന്ന് വന്നപ്പോ ഇത് ഇനി ഇത് ഉപ്പായിരിക്കും. കുറച്ച് ഷോർട്സ് മാത്രമേ റീൽസിൽ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചില്ലായിരിക്കും വിചാരിച്ചു. ഇയാള് വേറെ ആൽബറ്റ് സെറ്റ് ആക്കി കളയാതെ വിചാരിച്ചു. ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ മാസ്കിങ് എന്താ പക്ഷെ സാധനം പണിയെടുത്തിട്ടുണ്ട്.
അതിന് പുള്ളി ഇനി ഒരു പടത്തില് ആ ലുക്കിൽ പറഞ്ഞ അവസ്ഥ പിന്നെ ആരുമില്ല അടിച്ചു കയറി വായിക്ക സൈഡിലേക്ക് മാറി. അല്ല പുള്ളീനെ നമ്മ കുറച്ച് ആൾക്കാർ സിനിമയിൽ മിസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ എന്റെ ഉമ്മയൊക്കെ ആ സീരിയലൊക്കെ കാണും. എന്റെ ഉമ്മാട്ട് എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി പുള്ളി ഇന്നലെ കൂടി സീരിയലിൽ കണ്ടോളൂ. അവർക്ക് സ്ഥിരം കണ്ട് പുള്ളീനെ യൂസ് പുള്ളിയുടെ പേര് വരെ അറിയാം. ബോബി എന്നാണ്ടല്ലേ പേര്, ബോബി ആലമ്മൂട് എന്താണ്. സീരിയലൊക്കെ കുറെ നാളായിട്ട് കൺവട്ടത്തെ കണ്ടിട്ടില്ല. അല്ല എന്റെ ഉമ്മ ഇറങ്ങിയപ്പോ ഒന്നുകൂടി കൂടി. ഇപ്പൊ നാളത്തെ സീരിയലിൽ തന്നെ കാണാനുള്ള ഓപ്ഷൻ അതാണ്. പക്ഷെ ആൾക്കാർ കുറഞ്ഞു. മറ്റേതോടെ നമ്മള് വീട്ടുകാര് നമ്മ പിള്ളേര് അങ്ങനല്ല. പണ്ടെന്ന് വെച്ചാൽ നമ്മ പിള്ളേരുകളെല്ലാരും വീട്ടിലും ഉമ്മ അല്ലെങ്കിൽ ചാരിയിലൊക്കെ ആയിട്ട് സീരിയല് കാണണ്ടോ അനിയത്തിമാരായിട്ട്. നമുക്ക് വേറെ നിവർത്തിയില്ല. അവസാനം നമ്മളിരുന്ന് കണ്ടുകൂടെയാണ്. അങ്ങനെയാണ് ആ ടൈമില് സീരിയലിന്റെ പ്രസക്തി കൂടിയത്. ഇത് കാണുന്നത് പരസ്പരം IPS ഒക്കെ ബോംബൊക്കെ പൊട്ടിച്ച് അവിടെ ലാസ്റ്റ് മറ്റൊരു സീരിയല് കല്യാണം പെണ്ണെ പട്ടുള്ള ഫ്ലവേഴ്സിലാ പട്ട് സാരി സീരിയലാണ് മറ്റേ ഉപ്പും മുളകില്ലേ ആ ടൈമിൽ അടിപ്പില്ല. പക്ഷെ ഇപ്പൊ ഒരു മെയിൻ ആയിട്ട് അത് അവരുടെ മാർക്കറ്റ് അത് മാത്രം നോക്കിയിട്ട് അത് വെപ്പിച്ചത് കാണാനും തോന്നല്ല. അത് അവര് തമ്മിൽ തോന്നുന്നു. ഞാൻ മറ്റേ ചായ കുടിക്കുന്ന ടൈമില് ഞാൻ യൂട്യൂബിൽ കണ്ടോണ്ടിരുന്ന ചായ കുടിച്ചിട്ടുണ്ട് കോളേജിലൊക്കെ പോകണ്ടേ. ഇപ്പൊ പക്ഷെ ഉണ്ട്. പക്ഷെ എന്നാലും പഴയ ഒരു നമ്മളാ ഒരു ടൈമിൽ കണ്ടിട്ടുണ്ടാവുന്നു. പിന്നെ വേറൊരു ഓൾമോസ്റ്റ് മിക്ക ടൈമിലും വേറൊരു സീരിയൽ ഉണ്ടല്ലോ മറ്റേ എന്താ ഒരു JP എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലായി. പണ്ടത്തെ ടീമുകളുടെ ഒരു ക്രഷ് ആയിരുന്നു. ഇവിടെ മാത്രമേ പ്ലേ ബോയ് ആയിരുന്നു അങ്ങനത്തെ ഒരു അല്ല അയാള് സീരിയലില് ടൈമില് അതൊക്കെ ആ ടൈമിലൊക്കെ. പിന്നെ അലാവുദ്ദീൻ കൊച്ചുണ്ണിയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ മണിക്കുട്ടൻ മണിക്കുട്ടന്റെ ഞാൻ കണ്ടേക്കണ. ഞാൻ മറ്റേ വേറൊരു പുള്ളി ഉണ്ടായില്ല, വേറൊരു സീരിയൽ നടൻ ബാക്കില് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് വേറൊരു പുള്ളിനെ ഞാൻ കണ്ടേക്കണ. കൈതിയില മറ്റേ ഒറ്റി കൊടുക്കണമെങ്കിലേ മറ്റേ ഉമ്മാരെ പേര് ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കൂലേ. മനസ്സിലായി. അവൻ കായംകുളം വെച്ചുണ്ടായിട്ട് മണിക്കുട്ടൻ മാത്രല്ല മറ്റേ ഈ പാർട്ടികൾ ഇതിലൊക്കെ വന്നിട്ട് പിണറായി വിജയനായിട്ടൊക്കെ അഭിനയിച്ചിരുന്നു. കൈതിയില് ഇവന്മാരെ ഡീറ്റെയിൽസ് ഇട്ട് ഈ സിനിമയിലുള്ളത് നമ്മുടെ മെക്സിക്കൻ ഭാരതയിലുള്ളത് അവനാണോ ആ പറയണവനില്ലേ? കൈതി സിനിമയില്ലേ, കൈതി സിനിമയില് മറ്റവരെ ഒറ്റ കൊടുക്കൂലേ ഇവന്മാരുടെ കൂടിയിരിക്കണം. ഈ പോലീസുകാരുടെ തിരിച്ചാണുള്ള ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മണിക്കുട്ടന്റെ കായങ്ങ കൊച്ചിന്റെ അല്ലേ കണ്ടേക്കണേ. ചിലപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കും വന്നതാണ് നിങ്ങളുടെയൊക്കെ ആ ഒരു ടൈമിലായിരിക്കും. അല്ലെ ഇപ്പൊ നമ്മ 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലോ അതാണ് ഇവൻ കണ്ടിട്ടായിരിക്കാൻ വേണ്ട. കാരണം അയാൾ മണിക്കുട്ടൻ 50 വയസ്സുണ്ടല്ലേ. മണിക്കുട്ടൻ 50 വയസ്സുണ്ട്. മണിക്കുട്ടൻ 50 വയസ്സുണ്ട്. മണിക്കുട്ടനെ കണ്ട 50 വയസ്സുണ്ട്. പുള്ളിയുടെ കാര്യം പറ. പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല. 10 വയസ്സ് ഒറ്റടിക്ക് കൂട്ടി. ബാഹുബലി ഇറങ്ങിയിട്ട് 10 കിട്ടി. അതറിഞ്ഞ ഞാനത് ടെൻഷനായി പോയി. 12-13 അതിപ്പോഴും ചെന്നൈയിലെ ഒരു മായാജാൽ എന്നൊരു തിയേറ്റർ ഉണ്ട്. അത് ഒരു മാള് മൊത്തം ഉണ്ട്. മാള് മൊത്തം ഒരു 10-20 സ്ക്രീൻ അടുത്തോളം ഉണ്ടെന്നാണ് എന്റെ ഏരിയ. ഞാൻ 11 വരെ കയറിയിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്ക്രീനില് എപ്പോഴും ഫ്രെയിം ഓടിക്കൊണ്ടിരിക്കും.
വെറുതെ അല്ല, പ്രേമത്തിന് ആള് അവിടെ എനിക്കൊന്നും കൂടി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഭയങ്കരമായിട്ട് Re-release എക്സ്പീരിയൻസ് ചെയ്ത ഇല്ല, പടമാണ്. അവിടെ ഈ പോകാൻ പറ്റിയില്ല. അവിടെ ഈ Valentine's Day തൊട്ട് സങ്കടപ്പെട്ടിരിക്കണേ Valentine's Day തൊട്ട് സങ്കടപ്പെട്ടിരിക്കണേ ഇല്ല, അവിടത്തെ ഈ ഒരു തിയേറ്റർ കൾച്ചർ അടിപൊളിയാ. സംഭവം വെച്ചാൽ ഒരു മാള് ഫുള്ളായിട്ട് മായാജാലം വരും സിയാറിലുള്ള. അവിടെ മൊത്തം എല്ലാ കുറെ സ്ക്രീൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മ ഇവിടെ മാളിലൊക്കെ കയറില്ലേ, അത്രത്തോളം വലിയ മാള്. അവിടുത്തെ ആൾക്കാർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കൾച്ചറായിട്ട് പിന്നെ പണ്ട് വേറെ സംഭവം കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടാവുന്നില്ല, റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. വലിയൊരു സ്ക്രീൻ വെക്കും ഒരു ഗ്രൗണ്ടിൽ. അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇരുന്ന് വലിയ സെറ്റപ്പ് പണ്ട് അവിടെ ഉണ്ടായതാണ്. പക്ഷെ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യണം. വോയിസ് കിട്ടും. പക്ഷെ ടിക്കറ്റ് 400 രൂപ ടിക്കറ്റ് നമുക്ക് ആറായിട്ട് വിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം. പൈസ പരിപാടികള്. നമ്മുടെ ഇവിടെ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 4 മാസം വിക്രത്തിലാണ്. വിക്രത്തിലല്ല നമ്മ പോയത്. ഏതാണ്? എടാ മറ്റേ പടം ഒറ്റി ആ ഷേഡായിട്ട് പോയത് ഒറ്റിന്. എന്നിട്ട് ഇറങ്ങണം എന്ന് അതിന്റെ വണ്ടതിന് ഇറങ്ങാറുണ്ട് ഇതിന് പോയതല്ലേ. പടമാണ്. ഇറങ്ങൂല പൊട്ടി പാളിസായിരുന്നു പടം. അത് എനിക്ക് ഇഷ്ടമായിട്ടാ. എനിക്കിഷ്ടമായിരുന്നു. അതിലെ പൊട്ടിയതാണ് പടം പൊട്ടിയത്. ഇപ്പൊ കൊറേ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, നെഗറ്റീവ് അടിച്ച് ചവിട്ടി താത്തി കളയണോ അങ്ങനത്തെ സിനിമകളാണല്ലോ പടത്തിൽ. ഇപ്പൊ തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കൊറേ പടം ഇറങ്ങിയിട്ടില്ല. ആർക്കെങ്കിലും കാണാൻ എന്തെങ്കിലും മൂടുണ്ട്. അതെ ഇപ്പൊ എന്റെ ഒഴിക്കാൻ ഇവര് പൂപ്പൂന്റെ പോസ്റ്റർ ഉണ്ടല്ല ഇവന്റെ പടം പറ്റണ്ടല്ല എന്ന് പറഞ്ഞത്. അതൊക്കെ ഇറങ്ങി. ഇതൊന്നും അറിയില്ല. ഇപ്പൊ വലിയ വലിയ ആക്ടേഴ്സിന്റെ മാത്രം പ്രൊജക്ട് ചെയ്ത് ഇപ്പൊ എല്ലാരും മറ്റേ സ്റ്റോറി പിന്നെ ഇപ്പൊ ഇച്ചിരി നല്ലോണം മാർക്കറ്റ് ചെയ്താൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. കാരണം കോമ്പറ്റീഷൻ ഇപ്പൊ മാർക്കറ്റിംഗിന്റെ അല്ല, ഇവരുടെ കൾച്ചറെ മാറിപ്പോ ഇവര് ഇഷ്യൂ ഉണ്ടാക്കും. ഇപ്പൊ ആ ഒരു സീൻ കണ്ടിട്ടുണ്ടോ? അന്ന് മറ്റേ ആസിഫ് അലിയുടെ ഒരു പടം ഇറങ്ങണതിന് മുമ്പ് ആസിഫ് അലിയുടെ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന സംഭവം. അത് കഴിഞ്ഞ ആഴ്ച കഴിയുമ്പോ ആസിഫ് അലിയുടെ പടം അനൗൺസ് ചെയ്ത് അത് ഇപ്പൊ സിനിമാക്കാര് തമ്മിലുള്ള വിഷയം അതിപ്പോ കോംപ്രമൈസ് ആക്കി. ആ ടൈമിൽ അവർ രണ്ടുപേരും പോസ്റ്റർ ഇറങ്ങിയല്ലോ സിനിമയുടെ. കോൺട്രവേഴ്സി ഉണ്ടായ അന്നേരം അത്രയും സാധനം ഇറങ്ങി പോസ്റ്റർ. സംഭവം കോൺട്രവേഴ്സി ഉണ്ടാക്കുക, പ്രമോഷൻ ഉണ്ടാക്കാതെ നെഗറ്റീവ് പ്രമോഷൻ കിട്ടിയില്ല. ജാനകി എന്നുള്ള പേരിന്റെ അവസാനത്തെ ഇൻഷുറൻസ് ആദ്യം വേണ്ടി പറഞ്ഞപ്പോ ജാനകി ജാനകി എന്നുള്ളത് ജാനകി ജാനകി ഉണ്ടാക്കും. സുഹേലിന്റെ പേര് ട്രേഡ് മാർക്കിൽ ഇടാമെന്ന് പറയുന്നുണ്ട്. വേറെ ആർക്കും ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് മറ്റേ രജനീകാന്തിന്റെ പേരിന് കോപ്പിറൈറ്റ് ഉണ്ടത്. കാർത്തിക് സൂര്യ സൂപ്പർ സ്റ്റാർ മാത്രം പറയാൻ പാടുള്ളൂ. ക്യാപ്റ്റൻ കൂൾ അതിന്റെ പുള്ളി അക്കാദമി തുടങ്ങണ ഇവന്റ് ഇരിക്കണേക്കായും എത്ര സുഖയില് പോയിട്ടുണ്ടാവും. വീഡിയോ ഇറക്കിയപ്പോ തന്നെ അതില് കുറെ സുഖയിൽ വന്നു. എന്റെ ഫോളോവേഴ്സിൽ പകുതി കാലം സുഖയിലാണ്. ഇതിന് മൊത്തം സുഖയിലാണ് സാറേ. ഫുള്ള് സുഖയില് പല സൈസില്. കൊച്ചി മാത്രം എടുത്തിട്ട് അവിടെ പോയി കല്ലെടുത്തെറിഞ്ഞാൽ മതി. അവിടെ സുഖയില് നല്ലൊരു വീടുള്ളൂ. നിന്റെ പേരെന്താണ് പറ. അതുൽ അരുൺ അജ്മൽ. ഓ പേര് പേര് അരുൺ കോണ്ടാക്സിൽ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. നിന്റെ ഇപ്പൊ തന്നെ 3 ഉണ്ട്. ഇല്ലല്ല 3. അരുൺ 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 അങ്ങനെ പറയണ്ട് പേരില്. ഇങ്ങനെ കൊറേ പേര് ഇങ്ങനെ ഒരേപോലത്തെ പേരുകള്. പിന്നെ ചില വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ അടുത്ത് അതുലിന്റെ സാധനം കേട്ടത് അതുൽ മോങ്ങി അങ്ങനെ എന്തോ മറ്റേ ആക്ടിങ് ടീച്ചർ ഉണ്ട്, മുംബൈയിലുള്ളതാ. അത്യാവശ്യം ഫേമസ് വലിയ വലിയ നടന്മാരൊക്കെ. അതിൽ പേരുള്ള കഴിവുള്ള ആൾക്കാരുണ്ടോ? ഇത്രേ നല്ല രീതിക്കൊക്കെ സുഹേലിനുള്ള കഴിവുള്ള ആൾക്കാർ സുഹേൽ അടക്കണം. വേറെ ആളുണ്ട്. ഞാൻ ഈ അടുത്താണ് മറ്റേ സുഹേൽ കോയ മറ്റേ പരികളൊക്കെ കണ്ടില്ലേ? ഞാൻ പറയുന്ന അത്യാവശ്യം എന്റെ പേരിൽ ഒരു കഴിവുള്ള ഒരാൾക്ക്. പിന്നെ സുഹേൽ തൻവീർ എന്ന് പറഞ്ഞൊരു ബോളറാ, അരുൺ സ്പിന്നർ അരുൺ ചക്രവർത്തി. വേറെ ആരുണ്ട് നമുക്കറിയാവുന്ന കഴിവുള്ള ഒറ്റ മനുഷ്യനാണ് സുഹേലാണ്.
എന്തിനാണ് എന്താ വേണ്ട പബ്സ് വെച്ചിട്ട് കഴിവ് കൂടിയിട്ടാണ് പൊടി ദോശ കഴിച്ചത് അപ്പൊ തന്നെ സീരിയസ് ആക്കി എടുത്തോളാം. കാര്യം പറഞ്ഞത് ഗ്രാൻഡ് പോട്ടോ ഇൻഷാല്ലാ. അത് നടന്നില്ല ഇതുവരെ. പറ്റിക്കും ഇപ്പൊ സോഡാസനത്തിനായിരുന്നു കിട്ടിയ നെറ്റ് വെക്കണത് അത് ആ ഒരു മൂഡിൽ അങ്ങനെ ഇല്ല സ്വേല് വെച്ചിട്ടൊക്കെ ഇതിന് നമ്മ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ചെയ്യാനുണ്ട് കുറച്ച് ഫണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ പറ്റുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ എന്തോ 10 കിലോ പറഞ്ഞിട്ട് മന്തി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മന്തി വാങ്ങിച്ചു കൊടുക്കും. പല കുറച്ചാ മന്തി ഇത് നമ്മ വിചാരിച്ച ഇത് ഇവൻ മറ്റേ ക്ഷീണിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് പറ്റിച്ചു. ഞങ്ങ അപ്പോഴേ പറഞ്ഞു വേണ്ട അതിനുള്ള ഉത്തരം പറയാം. നീ വന്നപ്പോ ചോദിച്ചില്ല ഇതെന്താ കൊറേ റൗണ്ട് ഇട്ട് വെച്ചേക്കണേ, അതിന് 2 റൗണ്ട് അതാണ് 14 പറഞ്ഞിട്ട് 14 ഐശ്വര്യ കല്യാണം 15 ചെലവ്. ഇതാണിത് സംഗതി. ഇപ്പൊ ഈ മാസം ഉണ്ടല്ലോ 4/25. 25 ഞാൻ വേറൊരു കാര്യം മാർക്ക് ചെയ്തപ്പോ ഡേറ്റ് മാറിപ്പോയത്. അത് വേറെ ഓഫർ കൊടുത്ത് ഇവൻ തടി കുറച്ച ഹയാത്തി കൊണ്ടുപോയിട്ട് ഡിന്നർ മറ്റേ ബൊഫേ ഡിന്നർ കൊടുക്കാന്ന് പറഞ്ഞു. എനിക്ക് ഓഫർ അതെന്താ കൊടുക്കാൻ കാര്യം ചെയ്യാൻ അറിയാം. അത്ര ധൈര്യത്തിന് എടാ പക്ഷെ എന്റെ ഈ ഗോട്ടർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ എന്തൊക്കെ ചെയ്തോളാം. അത്ര ആക്കിയിട്ടുണ്ട് ഞങ്ങ. എനിക്ക് നിങ്ങളുടെ ബ്രാൻഡായിട്ട് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഞാനൊരു സൈസ് ഓർഡർ ചെയ്തപ്പോ ആ സൈസ് അങ്ങോട്ട് കുറച്ച് കളഞ്ഞ് ഞാനിപ്പോ ആ ചലഞ്ചിന് ഞാൻ എന്റെ കുറച്ച് 2 കസ്റ്റമറായി. ഒരു കസ്റ്റമർ ഞാൻ കൊടുത്തായിരുന്നു. അപ്പൊ ഒരു സൈസ് ടൈറ്റ് ആയിപ്പോ ഞാനപ്പോ പറഞ്ഞ് നീ എക്സലിലേക്ക് പോണേണോ അല്ലെങ്കിൽ നീ ലാർജിലേക്ക് തന്നെയാണോ അല്ലേ പറഞ്ഞു. അപ്പൊ അവനിക്ക് മറ്റേ സാധനം വന്നു ജിമ്മിൽ പോയി കുറച്ച് ഫോട്ടോ വെച്ചു. എനിക്ക് വയറും തള്ളി എല്ലാം തള്ളി നിൽക്കണായിരുന്നു. എനിക്ക് ഇടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറച്ചും കൂടി We are not selling product, we are selling motivation. സുഹീലവരെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ വർക്കൗട്ട് കറക്റ്റ് ആയിട്ട് ചെയ്താൽ തന്നെ സെറ്റാണ്. വർക്കൗട്ട് ഞാൻ ചെയ്തോളൂ. ഞാൻ കുറച്ച് ദിവസം കൂടി ഞാൻ കുറച്ചും കൂടി ഒന്ന് സെറ്റിൽ ചെയ്ത് ഞാനൊരു മാസ്റ്റർ വാങ്ങിച്ചിട്ട് വരച്ചിട്ടോ. ഇല്ലടാ എന്തായാലും സെറ്റ് ആവും. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവും. ഇപ്പത്തെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പൊ കടയിൽ പോയി ചായ കുടിക്കാൻ ചേട്ടാ ഞാനിത് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല. പബ്സിലാണ് ഏറ്റവും ഡേഞ്ചർ. മൈദ സീക്രട്ട് ശേഷമാണ് ടെസ്റ്റ് ചെയ്തത്. അതും ടെസ്റ്റ് ചെയ്യണതിന് മുട്ടത് എന്റെ ബ്ലഡ് ക്ഷത്രിയ രക്തോട് ഇതൊന്നും ഉണ്ടാവില്ലത്. ഷുഗർ 300 ആയിരുന്നു. അത് ബ്ലഡ് അല്ല ബ്ലഡ് കൊടുത്തതിനപ്പോഴേ ബ്ലഡ് കൊടുത്തതിനപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേണം. അല്ലെങ്കിൽ ആ പൈസ നമ്മള് നഷ്ടമാണ്. ഇതിന് കുറച്ച് കൊളസ്ട്രോൾ കൂടുതലുണ്ടായിരുന്നു. ഇനി അത് ഓടി കുറക്കണം. കൊളസ്ട്രോൾ പിന്നെ നമ്മ ചോദിച്ചില്ല. എല്ലാ ഡോക്ടർമാർ ചോദിച്ച ഡോക്ടർമാര് ജനിക്കുന്ന പിള്ളേർക്ക് ഒരു കൊളസ്ട്രോൾ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് നോക്കാവുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് ഇത് ഉണ്ടായാൽ മതി. നമ്മ എന്തെങ്കിലും ആകുമ്പോ തന്നെ നമ്മ ഫുള്ള് കോൺഷ്യസ് ആയിക്കണം. കാർഡ് എടുത്തു ഇപ്പൊ കുറച്ചിട്ടാണെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കണം. അല്ല ആക്കാൻ ശ്രദ്ധിച്ച ഒരുപാട് പേര് വെറുതെ പിള്ളേര് ഹാർട്ട് അറ്റാക്ക് ഒന്നും ഇരിക്കുന്നുണ്ട്. ഇത് മഞ്ഞക്കെട്ട് രേഖയൊന്നും കാണുന്നില്ലല്ലോ. പേപ്പറിലിട്ട് അടിച്ചു വണ്ടി ഓടിച്ചു ബൈക്ക് ഓടിച്ചിട്ട് സൈഡ് വീസ് ആണ്. UK, കാനഡ, USA അതെ അവിടെ മകനെ മടങ്ങി
ഇപ്പൊ അതാണ് ഇപ്പൊ കുറെ പേര് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ഡിസീസ് ഒക്കെ അതൊരു നോക്കിയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആണ്. ക്യാൻസർ, ഹാർട്ട് ഡിസീസ് ഇവിടുത്തെ ഡോക്ടറുടെ പോഡ്കാസ്റ്റില് പുള്ളി പറയണേ പകുതിയൊക്കെ ക്യാൻസറും സിഗരറ്റ് വലിയ കാരണമാണ് വന്നത്, ബാക്കിയുള്ളത് ജങ്ക് ഫുഡ് കാരണമാണ്. നേരെ തിരിച്ച് ഹാർട്ട് ഡിസീസ് ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് അങ്ങനല്ല, ശരി അത് ഞാൻ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് വന്നത് കുറെ പേർക്ക്, ബാക്കി കുറച്ച് പേരുണ്ട് അവർക്ക് അല്ല ക്യാൻസർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അതെ അതെ, ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ വന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് 100% ആൾക്കാരാണ്, 90% ആൾക്കാർ സിഗരറ്റ്. അതിനെപ്പറ്റി വലിയ സംഭവം ഇങ്ങനെ ഇതുണ്ടെന്ന് പറയുമെങ്കിലും അതിനെപ്പറ്റി അറിയാൻ വേറല്ല ആൾക്കാർ. എന്നുവെച്ചാൽ ആൾക്കാർക്ക് അത് യൂസ്ഡ് ആയി. സിഗരറ്റ് വെട്ടി തന്നെ ഉണ്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. എല്ലാരോടും ചോദിക്കാൻ എപ്പോഴാണെങ്കിലും ചാവും. പിന്നെ ചിലവരുണ്ട് ഇങ്ങനെ മരിക്കണ മുമ്പ് എല്ലാ ട്രിപ്പ് ഒന്ന് എൻജോയ് ഉണ്ടെന്നൊക്കെ. ഓരോരുത്തരുടെ ചോയ്സല്ലേ, അതിനെപ്പറ്റി എന്താണ് അവര് തീരുമാനിക്കണം മാറണമെങ്കിൽ. ഓരോരുത്തരുടെ ചോയ്സല്ലേ, അവര് തീരുമാനിക്കണം മാറണമെന്നുണ്ടെങ്കിൽ. അതുണ്ട്, അത് ഞാൻ എപ്പോഴും അംഗീകരിക്കുന്നു. അല്ല, ഇത് നോർമലായിട്ട് ഒരു പാറ്റേൺ പോണ ആൾക്ക് പെട്ടെന്ന് തോന്നൂല. പക്ഷെ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് ഡ്രീം ബേസ് ചെയ്ത് പോണവർക്ക് ഒരു പോയിന്റിലെത്തുന്ന ഹിറ്റ് അടിക്കും. എന്റെ ഹെൽത്ത് നോക്കണം, എന്റെ ബോഡി നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവര് തന്നെ തിരിയണ പിന്നെ എൻഡ് ഓഫ് ദി ഡേ ടൊബാക്കോ ഭയങ്കര അഡിക്ഷൻ ആണ്. എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ അവർക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുള്ള ഭയങ്കര അഡിക്ഷൻ ആയിപ്പോയി. ഇപ്പൊ ഈ ഷൈൻ ഡോമിന്റെ സീൻ തന്നെ ഉണ്ടല്ലേ, പുള്ളി ഒരു മോഡലാണ് എന്ന് വെച്ചാല് പുള്ളി തിരിച്ചു വരാനുള്ള ഒരു മൈൻഡ് സെറ്റ് കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ തെറ്റ് ഇത് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് അത് വെച്ച് നോക്കാറുണ്ട് അതൊരു മോഡലാണ്. പക്ഷെ കുറെ പേർക്ക് അത് പറ്റാറില്ല. പറഞ്ഞാല് വേറെ കുറെ സംഭവം വെച്ചാൽ അതൊക്കെ കുറെ പ്രൊജക്ഷൻ ചെയ്തല്ലേ. നീ കണ്ടിട്ടുണ്ടോ ഷൈൻ ഡോമിന്റെ എവിടെയെങ്കിലും സിഗരറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലിൽ? ഞാൻ കണ്ടല്ല. പക്ഷെ അതൊക്കെ മാക്സിമം ഇതിപ്പോ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറയാനായിട്ട് എല്ലാരും പ്രൊജക്ട് ചെയ്തിട്ടല്ലേ. ഇപ്പൊ ഈ ന്യൂസിലൊക്കെ തന്നെ ഉണ്ടായില്ലേ കുറെ. അല്ല ഇപ്പൊ സിഗരറ്റ് ഇപ്പൊ കുറെ പേര് തുടങ്ങാൻ തന്നെ പറഞ്ഞാൽ അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പൊ ഈ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നിട്ടാണ് ആർക്ക് ഇതിട്ടുള്ളത്. ഇതാണ് ഈ കാലത്ത്